ആരാധനാ ജീവിതവുമായിട്ട് പരിശുദ്ധ ഔഗേൻ ബാവായുടെ ഏറ്റവും അടുത്ത ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവൻ ആരാധനയിലായിരുന്നു. ആരാധനാ ഭാഷ അദ്ദേഹത്തിന് സുറിയാനിയായിട്ട് സ്വന്തമായിട്ട് മറ്റു പലരെക്കാളും അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും മലയാളത്തിൽ തന്റെ മക്കൾ ആരാധന നടത്തുവാൻ തക്കവണ്ണം ആരാധനാ ഭാഷ, ആരാധനാ സാഹിത്യത്തെ പലതും പരിഭാഷപ്പെടുത്തുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. അതെല്ലാം പരസ്യം പ്രിന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാനായിട്ട് നൽകുകയും ചെയ്തു. അക്കൂട്ടത്തിലുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ കുർബാനയുടെ ഭൂത്തോമോ. ഇത് പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സുറിയാനിയിൽ ഒറിജിനലായിട്ട് താൻ തന്നെ എഴുതി മലയാളത്തിൽ അതിനെ വിവർത്തനം ചെയ്ത് അത് കാവ്യരൂപത്തിലാക്കി സ്രൂഗിലെ യാക്കോബിന്റെ രാഗത്തിൽ എന്നാൽ സ്വന്തമായ ഒരു കാവ്യ ശൈലിയിൽ എഴുതി ആ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഇപ്പോഴത്തെ നമ്മുടെ ബാവാതിരു മനസ്സുകൊണ്ട് അന്ന് പബ്ലിക്കേഷൻസിന്റെ ചുമതലക്കാരനായിരുന്നപ്പോൾ ഇതിനൊരു ആമുഖക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിനകത്ത് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് സുറിയാനി ഭാഷയുടെ ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു. ആരാധനയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയതിന്റെ അനേകം കഷ്ടാനുഭവാഴ്ച നമസ്കാരം അദ്ദേഹമാണ് മലയാള ഗീതങ്ങളാക്കി ആദ്യം ഉണ്ടാക്കിയത്. പിന്നീട് അതിന് മാറ്റം വരുത്തി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ കഷ്ടാനുഭവാഴ്ചയുടെ ആ കാവ്യരീതികളിലേക്ക് വന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഈ പരിഭാഷകളും അദ്ദേഹം സുറിയാനിയിൽ നിന്ന് എഴുതി പരിചയപ്പെടുത്തിയ സത്യങ്ങളും നമുക്ക് സഭ എന്താണ്, വിശ്വാസം എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം വിശ്വാസം പഠിച്ചത് സുറിയാനിയിലുള്ള അനേകം എഴുത്തുകളിൽ നിന്നായിരുന്നു. ആ വിശ്വാസം അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹം 3 പുസ്തകങ്ങള് എഴുതിയത് നമുക്കൊക്കെ അറിയാം. ഒരുപക്ഷെ വിശുദ്ധ മതോപദേശ സത്യങ്ങൾ എന്ന പേരിൽ, മരണാനന്തര അവസ്ഥ എന്നുള്ള പേരിൽ, പരമയാഗം എന്നുള്ള പേരിൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വ്യാഖ്യാനം. വൈദിക സെമിനാരിയിൽ ഇത് 3ഉം പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങൾ ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അത് ഞാൻ എന്റെ ബലഹീന അഭിപ്രായമായിട്ട് പറയുകയാണ്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി എഴുതിയ മതോപദേശ സാരങ്ങളും പരിശുദ്ധ ഔഗേൻ ബാവ എഴുതിയ വിശുദ്ധ മതോപദേശ സത്യങ്ങളും നമുക്ക് പഠിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതാണ്. അതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ട് സഭയുടെ പൗരോഹിത്യ സ്ഥാനത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളില് ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെങ്കിലും പൊതുവിൽ സഭാംഗങ്ങള്, വൈദികര് അറിഞ്ഞിരിക്കേണ്ടതായ വിശ്വാസത്തിന്റെ സത്യങ്ങളാണ് അതിൽ നാം കാണുന്നത്. 3ാമത് മാർത്തോമാ പൈതൃകത്തിൽ അടിയുറച്ചും അഭിമാനിച്ചും നിന്നതായ ഔഗേൻ ബാവായെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വിനയമുള്ളയാളാണ്, അന്ത്യോക്യ പാത്രികീസന്മാരോട് അനുസരണമുള്ള ആളാണെന്നൊക്കെ ധരിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം വിനയമുള്ളയാൾ തന്നെയായിരുന്നു അവസാനം വരെയും. അന്ത്യോക്യ പാത്രികീസന്മാരോട് ബഹുമാനമുള്ളയാളായിരുന്നു. പക്ഷേ തന്റെ സഭ ആരുടെ രക്തത്തിൽ വളർന്നു വന്നുവോ, തന്റെ സഭയ്ക്ക് ആരുടെ ഉപദേശമാണോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, ആ മലങ്കരയുടെ പരിശുദ്ധ സ്ലീഹായായ മാർത്തോമാ സ്ലീഹായുടെ പൗരോഹിത്യവും ശ്ലൈഹിക സ്ഥാനവും സിംഹാസനവും അത് ആരുടെയും മുമ്പിൽ അടിയറ വയ്ക്കുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. ചിലരൊക്കെ അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ നടത്തി ഒരു കൽപ്പന ഇറക്കി, വേണമെങ്കിൽ കൽപ്പനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെയൊക്കെ ആവാമല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ മേലേ എന്ന് ഉന്നത സ്ഥാനത്തിരിക്കുന്നവര് പോലും പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, എന്റെ പദവിയും ജീവനും പോയാലും മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിന്റെ മാറ്റിനും മഹിമയ്ക്കും ഹാനി വരുത്തുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന്. ആ തിരുമേനിയുടെ ആ ഒരു അടിസ്ഥാന ചിന്ത ഞാനിവിടെ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, സിംഹാസനം ഒന്നേ ഉള്ളൂ, അത് പത്രോസിന്റെ സിംഹാസനമാണ്. പൗരോഹിത്യ നൽവരം അവിടെ നിന്ന് മാത്രമാണ് കിട്ടുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് അദ്ദേഹം. എന്നാൽ സത്യം തുറന്നു പറയേണ്ടി വന്നപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ മാർത്തോമാ സ്ലീഹ ഈ മണ്ണിൽ വന്നു. അദ്ദേഹത്തിന്റെ മക്കളാണ് ഞങ്ങള്, അദ്ദേഹത്തിൽ നിന്നാണ് പൗരോഹിത്യവും
ദൈവികമായ കൂദാശകളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഹൂത്തോമ പുസ്തകത്തില് അദ്ദേഹം പ്രത്യേകിച്ച് എഴുതി വച്ചിട്ടുണ്ട്, മാർത്തോമാ ശ്ലീഹായുടെ മക്കളാകുന്ന ഞങ്ങൾ എന്ന്. മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം ഹൂത്തോമ പുസ്തകത്തില് മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളിനുള്ള ഹൂത്തോമോ എഴുതിയിട്ട് അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തി. മാർത്തോമാ ശ്ലീഹായിക്ക് മലങ്കര സഭയ്ക്ക് വേറെ ആരിൽ കൂടെയുമില്ല. ചിലര് പറഞ്ഞു പേർഷ്യയിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റിൽ കൂടെ മാത്രമാണ് മാർത്തോമായുമായിട്ട് നമുക്ക് ബന്ധമുള്ളതെന്ന്. തെറ്റ്. മാർത്തോമാ ശ്ലീഹായോടുള്ള ബന്ധം മലങ്കര സഭയ്ക്ക് 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടായി. ആ കാതോലിക്കേറ്റിന്റെയും പിതാവ് ആ പേർഷ്യയുടെ സഭയുടെ അടിസ്ഥാനം, അതിന് ഉപദേശം നൽകിയ, അവിടെ സുവിശേഷം നൽകിയത് മാർത്തോമാ ശ്ലീഹായാണ്. അതൊക്കെ സത്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ഭാരത മണ്ണിലെ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. ഞാനതുകൊണ്ട്